അതൊക്കെ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ചെയ്താൽ മതിയെന്നേ. നിങ്ങളുടെ സൗകര്യം നോക്കി നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതിയെന്നേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എന്നതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് അറ്റ് യുവർ കൺവീനിയൻസ്. കൺവീനിയൻസ് എന്നാൽ സൗകര്യം. അറ്റ് യുവർ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച്. അറ്റ് എ ടൈം കൺവീനിയൻറ്റ് ഫോർ യു, ആസ് പെർ യുവർ കൺവീനിയൻസ് എന്നൊക്കെ അതിൻ്റെ മീനിങ് പറയാം. വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസാണിത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യൂ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് വളരെ കാഷ്വലായിട്ടില്ലേ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. വളരെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. I would like to discuss this topic at your convenience. I would like to discuss this topic at your convenience. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് യുവർ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് അറ്റ് യുവർ കൺവീനിയൻസ്. ബുക്ക് യുവർ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് അറ്റ് യുവർ കൺവീനിയൻസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യൂ. ഡോക്ടറെ കണ്ട് തിരിച്ചു പോരുമ്പോൾ റിസപ്ഷനിലിരിക്കുന്ന ലേഡിയോട് ചോദിച്ചു, ഇനി എന്നാ വരേണ്ടത്? അവർ പറഞ്ഞു, ബുക്ക് യുവർ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് അറ്റ് യുവർ കൺവീനിയൻസ്. കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്നും ഓർഡർ ചെയ്തു. ഹോം ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. പക്ഷേ എപ്പോഴാണ് കൊണ്ടുവരിക എന്നറിയില്ല. ഞാനാണെങ്കിൽ മോർണിംഗ് വീട്ടിലുണ്ടാവില്ല. ഷോപ്പിൽ തിരക്കി കാര്യം പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, തിങ്സ് വിൽ ബി ഡെലിവേർഡ് അറ്റ് യുവർ കൺവീനിയൻസ്. തിങ്സ് വിൽ ബി ഡെലിവേർഡ് അറ്റ് യുവർ കൺവീനിയൻസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഡെലിവർ ചെയ്യാം എന്ന്.